Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് വിത്തൗട്ട് സപ്പോർട്ട് സെറ്റിൽമെന്റ് യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തഡ്. ഓൾറെഡി ടു സ്പാൻ കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസ് യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടിലധികം സ്പാൻസ് വരുന്ന കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസ് യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഓൾസോ ഓവർഹാങ് വരുന്ന സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെ അനാലിസിസ് യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പൊ ഈ രണ്ട് ടോപ്പിക്സും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ട് കേസിലും വിത്തൗട്ട് സപ്പോർട്ട് സെറ്റിൽമെന്റ് തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Analyze the continuous beam shown in figure by slope deflection method and draw the bending moment diagram. Beam question ൽ തന്നിട്ടുണ്ട്. So ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബീം ഒരു കണ്ടിന്യൂസ് ബീം ആണ്. ഓൾസോ ഈ ബീമിന് CD എന്ന പോർഷൻ ഓവർഹാങ് ആണ്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ലെക്ചറിൽ നിങ്ങൾ കണ്ട ബീംസിൽ നിന്നും ഈ ബീമിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഓവർഹാങ് ബീമാണ്. ഓക്കെ, അപ്പോ ഓവർഹാങ് ഉള്ള കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെ അനാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഓരോ ലോഡ് കേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് form the slope deflection equation. ഓരോ എൻഡിലെയും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യാം. Then third step എന്ന് പറയുന്നത് apply joint equilibrium equation. Joint equilibrium equation apply ചെയ്യാം. നമുക്ക് എത്ര unknowns ഉണ്ടോ അത്രയും number of joint equilibrium equations ഉണ്ടായിരിക്കും. Then fourth step final moment. Calculate the final moments. Okay, അപ്പൊ ഈ 4 സ്റ്റെപ്പും ആണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് അനലൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫൈൻഡ് ദി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. അപ്പോൾ ഇവിടെ AB എന്ന സ്പാൻ ഉണ്ട്, BC എന്ന സ്പാൻ ഉണ്ട്, CD ഓവർഹാങ് ആണ്. സ്പാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അത് ഓവർഹാങ്ങിങ് പോർഷൻ ആണ്. സോ ഫസ്റ്റ് ഫോർ സ്പാൻ AB ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് MFAB എന്തായിരിക്കും? AB എന്ന സ്പാനിൽ ത്രൂ ഔട്ട് UDL ആണ് ക്യാരി ചെയ്യുന്നത്. സോ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് MFAB is equal to minus WL square by 12. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get MFAB is equal to minus 60 kilonewton meter. Similarly, MFB is equal to WL square by 12. Value substitute here, you will get MFAB is equal to 60 kilonewton meter. Okay. The next span BC consider here. BC the fixed end moment MFBC. BC in the span central point load ആണ്. So MFBC is equal to minus WL by 8. Value substitute here, you will get MFBC is equal to minus 40 kilonewton meter. Similarly, MFCB is equal to WL by 8. Value substitute here, you will get MFCB is equal to 40 kilonewton meter. Okay, so first step fixed end moment calculation ആണ്. ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ്ഡ് എൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസിലി കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, then second step apply slope deflection equation. Okay, first AB എന്ന സ്പാൻ കൺസിഡർ ചെയ്യുക. A എന്ന എൻഡിലെ ഫൈനൽ മൊമെന്റിനെയും അൺനോൺസിനെയും കണക്ട് ചെയ്യുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ MAB is equal to MFAB plus 2EI by L into 2 theta A plus theta B minus 3 delta by L. ഈ ക്വസ്റ്റനിൽ ഓൾറെഡി ഈ ഇക്വേഷനിൽ ഓൾറെഡി നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. തീറ്റ A end A fixed ആണ്. So theta A will be equal to 0. Theta B unknown ആണ്. We need to calculate. Then delta support settlement ഒന്നും തന്നെ തന്നിട്ടില്ല. So delta is equal to 0. Value substitute ചെയ്യുക, simplify ചെയ്യുക. You will get
MAB is equal to minus 60 plus 2EI by 3 into theta B. Similarly, MBA is equal to MFBA plus 2EI by L into theta A plus 2 theta B minus 3 delta by L. Equational MFBA already നമ്മൾ calculate ചെയ്തിട്ടുണ്ട്. Substitute ചെയ്യാം. Theta A will be 0 since NA is fixed. Then theta B unknown ആണ്. Delta support settlement ഒന്നും തന്നെ തന്നിട്ടില്ല. So delta 0. So value substitute here, simplify here, you will get MBA is equal to 60 plus 4EI by 3 into theta B. Okay. Similarly, MFBC is equal to, MBC is equal to MFBC plus 2EI by L into 2 theta B plus theta C minus 3 delta by L. MFBC already നമ്മൾ calculate ചെയ്തിട്ടുണ്ട്. Theta B unknown ആണ്. Theta C, ശ്രദ്ധിക്കുക, theta C again, C hinged support ആണ്. So C യിൽ ഒരു rotation ഉണ്ട് theta C. Theta C നമുക്ക് calculate ചെയ്യണം. So അത് unknown ആണ്. അങ്ങനെ ഇട്ടേക്കുക. Support settlement ഒന്നും തന്നിട്ടില്ല. So delta will be equal to 0. Value substitute ചെയ്യാം. Simplify here, you will get MBC is equal to minus 40 plus EI theta B plus EI by 2 theta C. Similarly, MCB is equal to MFCB plus 2 EI by L into theta B plus 2 theta C minus 3 delta by L. Again, ഇവിടെയും theta B, theta C unknown ആണ്. Delta 0 ആണ്. MFCB already calculate ചെയ്തിട്ടുണ്ട്. Substitute ചെയ്യാം. Simplify ചെയ്യാം. You will get MCB is equal to 40 plus EI by 2 into theta B plus EI theta C. Okay. Slope deflection equation form ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ lectureൽ എടുത്ത same procedure. The next step, apply joint equilibrium equation. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ബീമിൽ unknowns ആയിട്ട് വരുന്നത് രണ്ടെണ്ണമാണ്, theta B and theta C. അപ്പോൾ രണ്ട് unknowns വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് joint equilibrium equations ഉണ്ടായിരിക്കും. So first consider joint P. Apply joint equilibrium equation. Sigma MB is equal to 0. B എന്ന jointൽ വരുന്ന രണ്ട് members ആണ് BA and BC. So BA യിലെ moment ആണ് MBA, BC യിലെ moment MBC. So MBA plus MBC is equal to 0. MBA യുടെയും MBC യുടെയും value already second step ൽ നമ്മൾ simplify ചെയ്ത് വെച്ചിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക, you will get an equation 7 EI by 3 theta B plus EI by 2 theta C is equal to minus 20. Put it as equation number 1. Then second joint ലോട്ട് പോവുക, C എന്ന joint consider ചെയ്യുക, joint equilibrium equation apply ചെയ്യുക, sigma MC is equal to 0. ശ്രദ്ധിക്കുക, C എന്ന മെമ്പറിൽ C എന്ന jointൽ രണ്ട് members ആണ് വരുന്നത്, CB and CD. Overhanging portionും member ആയിട്ട് തന്നെയാണ് നമ്മൾ consider ചെയ്യുന്നത്. So C എന്ന jointൽ രണ്ട് member ആണുള്ളത്, CB and CD. So MCB plus MCD will be equal to 0. ഇനി ശ്രദ്ധിക്കുക, MCD എന്ന് പറയുന്നത് എന്താണ്? Already 3 moment equationൽ overhanging portion വന്നപ്പോൾ നമ്മൾ moment calculation എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. MCD എന്ന് പറയുന്നത് overhanging portionന്റെ simply beam moment. So MCD will be equal to minus 40 into 2. Okay, simple overhanging portion വന്നു കഴിഞ്ഞാൽ overhanging portionലെ moment എന്ന് പറയുന്നത് simple beam moment തന്നെയാണ്. Load into arm of force ചെയ്താൽ മതി. So MCD will be equal to minus 40 into 2, which is equal to minus 80 kilonewton. And MCB യുടെ value already നമ്മൾ second step ൽ compute ചെയ്ത് വെച്ചിട്ടുണ്ട്. So അത് substitute ചെയ്യുക, simplify ചെയ്യുക, you will get an equation EI by 2 theta B plus EI theta C is equal to 40. Put it as equation number 2. First equation, second equation compare ചെയ്തേ, രണ്ട് unknowns ഉണ്ട്, theta B and theta C, രണ്ട് unknowns ഉണ്ട്, രണ്ട് equations ഉണ്ട്. Solve ചെയ്യുക, you will get theta B is equal to minus 19.2 by EI and theta C is equal to 49.6 by EI. So നമുക്ക് unknowns ആയിട്ടുണ്ടായിരുന്നത് theta B and theta C ആണ്. Joint equilibrium equations use ചെയ്ത് theta B and theta C നമ്മൾ calculate ചെയ്ത് കഴിഞ്ഞു. ഇനി last step എന്താണ്? unknowns കിട്ടിക്കഴിഞ്ഞാൽ unknownsനെ slope deflection equationൽ final end momentന്റെ equationൽ substitute ചെയ്യുക, final moments calculate ചെയ്യുക. So next step എന്ന് പറയുന്നത് final moment calculation ആണ്.
MAB യുടെ ഇക്വേഷനിൽ theta b substitute ചെയ്യുക. You will get value of moment at A. Similarly, MBA calculate ചെയ്യുക. MBC, MCB and MCD എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? Overhanging portionലെ beam moment. Already നമ്മൾ calculate ചെയ്ത് കഴിഞ്ഞതാണ്. Okay. ഇനി final moments കിട്ടിക്കഴിഞ്ഞാൽ last എന്ത് ചെയ്യുക? Draw the bending moment diagram. Okay. അപ്പോൾ bending moment diagram വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? Difference between free moment diagram and final moment diagram. Free moment diagram, final moment diagram വരയ്ക്കുക. രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും ആക്ച്വൽ bending moment diagram എന്ന് പറയുന്നത്. Okay. അപ്പോൾ ഇത്രയാണ് overhang വരുന്ന beamsന്റെ analysis using slope deflection method. Okay. So next ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. Analyze the beam ABCD shown in figure by slope deflection method and draw the bending moment diagram. ഇവിടെ ഒരു beam തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 3 span continuous beam ആണ്. ഈ beam ശ്രദ്ധിക്കുക, ഇവിടെ joint A fixed ആണ്. So അവിടുത്തെ rotation 0 ആയിരിക്കും. Joint B, C and D hinged ആണ്. So ഇവിടെ മൂന്നിടത്തും unknowns ഉണ്ടായിരിക്കും. അതായത് theta B, theta C and theta D. അപ്പോൾ ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം ഈ ക്വസ്റ്റ്യനിൽ 3 unknowns ആണ് വരുന്നത്. So that നിങ്ങൾ joint equilibrium equation കൺസിഡർ ചെയ്യുമ്പോൾ 3 joints കൺസിഡർ ചെയ്യേണ്ടി വരും. ആ 3 jointsൽ നിന്നും 3 equation ഫോം ചെയ്യേണ്ടതായിട്ട് വരും. 3 equationയും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് unknowns ആയ theta B, theta C and theta D കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് കടക്കാം. സൊല്യൂഷൻ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ സെയിം സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡിങ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഓരോ ലോഡ് കേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. എ ബി എന്ന സ്പാനിൽ UDL ആണ്. സോ MFAB is minus WL²/12. MFBA is WL²/12. Similarly, BC എന്ന പോർഷനിൽ സെൻട്രൽ പോയിന്റ് ലോഡ് ആണ്. സോ MFBC is equal to minus WL/8 and MFCB is equal to WL/8. ഇനി CD എന്ന സ്പാനിൽ എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആണ്. So MFCD is equal to minus WAB²/L² and MFDC is equal to WBA²/L². Okay. അപ്പോൾ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ ഫോർമുലാസിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. Then second step, form the slope deflection equation. AB എന്ന മെമ്പറിലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക. MAB is equal to MFAB plus 2 EI/L into 2 theta A plus theta B minus 3 delta/L. ഇവിടെ joint displacement ഒന്നും തന്നിട്ടില്ല. So delta will be equal to 0. Then theta A, end A fixed ആണ്. So theta A will be equal to 0. MFAB already നമ്മൾ calculate ചെയ്തിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get MAB is equal to minus 40 plus EI/2 into theta B. Similarly, MBA calculate ചെയ്യുക, MBC calculate ചെയ്യുക. അതായത് MBC യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക, MCB യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്കെ. ആദ്യം MAB യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. Then next MCD slope deflection equation form ചെയ്യുക, simplify ചെയ്യുക. Also MDC slope deflection equation form ചെയ്യുക, simplify ചെയ്യുക. Then next step എന്ന് പറയുന്നത് joint equilibrium equations apply ചെയ്യുക. ഇവിടെ 3 joints ആണുള്ളത്, B, C and D. So നമുക്കിവിടെ 3 joint equilibrium equation form ചെയ്യേണ്ടതായിട്ട് വരും. So first joint B consider ചെയ്യുക. Sigma MB is equal to 0. B എന്ന jointൽ 2 members ആണുള്ളത്, BA and BC. So MBA plus MBC is equal to 0. MBA and MBC values already നമ്മൾ second stepൽ calculate ചെയ്തിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get an equation 2EI theta B plus EI/2 theta C is equal to minus 10. Equation number 1. Then second joint consider ചെയ്യുക. Equilibrium equation apply ചെയ്യുക. Sigma MC is equal to 0. C എന്ന jointൽ 2 members ആണുള്ളത്, CB and CD. So MCB plus MCD is equal to 0.
MCB and MCD values already നമ്മൾ calculate ചെയ്ത് വെച്ചിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get an equation EI by 2 theta B plus 7 EI by 3 theta C plus 2 EI by 3 theta D is equal to 23.33. Put it as equation number 2. Similarly, next joint consider ചെയ്യുക. Equilibrium equation apply ചെയ്യുക. Sigma MD is equal to 0. D എന്ന jointൽ ഒറ്റ member ഉള്ളൂ MDC. So, MDC is equal to 0. MDC already നമ്മൾ calculate ചെയ്തിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get 2 EI by 3 theta C plus 4 EI by 3 theta D is equal to minus 26.67. Put it as equation number 3. Okay. അപ്പോൾ നമുക്ക് joint equilibrium equations apply ചെയ്തപ്പോൾ 3 equations കിട്ടി. നമുക്ക് 3 unknowns ആണുള്ളത്. Theta B, theta C and theta D. So, 3 equation simplify ചെയ്യുക. You will get theta B is equal to minus 10.22 by EI and theta C is equal to 20.88 by EI and theta D is equal to minus 30.45 by EI. Okay. So, unknowns ആയ theta C, theta B and theta D നിങ്ങൾ calculate ചെയ്ത് കഴിഞ്ഞു. ഇനി next step എന്ന് പറയുന്നത് final moment calculate ചെയ്യുക. Already unknowns കിട്ടിക്കഴിഞ്ഞു. Slope deflection equation il unknowns in the value substitute cheya, simplify ya, you will get MAB, MBA, MBC, MCB, MCD and MDC. Okay. So final moments kitti kazhinja last step ennu parayunnathu draw the bending moment diagram. Statically indeterminate ആയിട്ടുള്ള structure ന്റെ bending moment diagram എന്ന് പറയുന്നത് free moment diagram final moment diagram difference ആയിരിക്കും. Okay. So, draw the bending moment diagram. Okay. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സ്പാനിൽ അധികം സ്പാൻസ് വരുന്ന കണ്ടിന്യൂസ് ബീമിനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.